ജൂൺ 4-ന് ആ വിധി വരുന്നതിന് 2 ദിവസം പിന്നാലെ എക്സിറ്റ് പോളിന്റെ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. NDA മുന്നണി മൂന്നാമതും അധികാരത്തിലേക്ക് വലിയ ഭൂരിപക്ഷത്തോടെ എന്നാണ് എല്ലാ ഏജൻസികളും പ്രഡിക്റ്റ് ചെയ്യുന്നത്. പ്രവചനമാണ് എന്നത് പ്രധാനവുമാണ്. നാളെ 2024 ജൂൺ 4 ചൊവ്വാഴ്ച രാജ്യം മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുന്ന ദിവസം. ഇന്ത്യ എന്ന മഹാരാജ്യം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം വളരെ ചർച്ചയേറിയതും ലോകത്തിന് മുന്നിൽ വലിയ മാതൃകയുമാണ്. പക്ഷേ ഇന്ന് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഒരുപാട് വെല്ലുവിളികൾ, ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. നാളെ ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരികയാണ്. 1947 ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് സ്വന്തമായൊരു ഭരണഘടനയുണ്ടാക്കി ജനാധിപത്യ സംവിധാനം തുടങ്ങി അതിൽ വലിയ വിജയം കണ്ടെത്തിയ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റു ആദ്യ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഒരുപാട് പ്രധാനമന്ത്രിമാർ ഇന്ത്യക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചു. അതിൽ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും ശക്തി പ്രാപിച്ച അല്ലെങ്കിൽ ശക്തിയാർജിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ മന്ത്രിസഭയിൽ അത് കോൺഗ്രസിന്റെ മന്ത്രിസഭയായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള കാലം കോൺഗ്രസിന് അനുകൂലമായിരുന്നു. പക്ഷേ എവിടൊക്കെയോ പിഴച്ചുപോയി കോൺഗ്രസിന്. പിന്നിടക്ക് BJP ഇന്ത്യയിൽ അധികാരത്തിലെത്തി. ആ അധികാരത്തെ വീണ്ടും തട്ടിത്തെറിപ്പിച്ച് കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തി. ഇത് 1947 മുതലുള്ള ചരിത്രമാണ്. ഇങ്ങനെ കോൺഗ്രസും BJPയും മാറി ഭരിച്ച ഇന്ത്യ 2014 മുതൽ 2024 വരെ ഭരിച്ചത് നരേന്ദ്രമോദി സർക്കാരായിരുന്നു, അഥവാ BJP സർക്കാരായിരുന്നു. ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായതിനു ശേഷം 2014 ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് മോഡി തരംഗം സൃഷ്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇന്ത്യയെ ഒന്നാകെ ഞെട്ടിച്ച് 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞൊരു ഭരണമായിരുന്നു നമ്മൾ നേരിട്ടത്. 2016 ഇന്ത്യയിൽ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിച്ച് കള്ളപ്പണത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രി നോട്ട് നിരോധനം ഇവിടെ നടപ്പിലാക്കി. രാജ്യം ഇന്ന് വളരെ പ്രതിസന്ധിയിലൂടെയും പ്രയാസത്തിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വികസിത രാജ്യത്തിൽ നിന്ന് വികസന രാജ്യമാവേണ്ട ഇന്ത്യ ഇന്നും ആ വികസിത രാജ്യമായി അല്ലെങ്കിൽ വികസനത്തിന് താഴെയുള്ള രാജ്യത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഏതായിരുന്നാലും 2014 മുതൽ 24 വരെ 10 കൊല്ലം BJP സർക്കാർ ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ടെങ്കിൽ ആ സർക്കാരിനെ
വീഴ്ത്താൻ വേണ്ടിയാണ് ഇന്ത്യ മുന്നണി എന്ന പേരിൽ കോൺഗ്രസിൻ്റെയും മറ്റു പാർട്ടികളുടെയും നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള വലിയ നേതാക്കൾ വലിയ പ്രതീക്ഷയിലാണ്. ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞത് മുതൽ ഒരുപാട് എക്സിറ്റ് ഫലങ്ങൾ, ഒരുപാട് സർവേകൾ നമ്മൾ വായിച്ചവരാണ്, അറിഞ്ഞവരാണ്. സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും പല ആളുകളും പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുകയാണ്. അവരെന്നും പറയുന്നത് 400 സീറ്റിന് മുകളിൽ നേടി BJP അധികാരത്തിലെത്തുമെന്നാണ്. പക്ഷേ നമുക്ക് ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയണം, അല്ലെങ്കിൽ ഇന്ത്യ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ വീണ്ടും കടന്നുവന്ന് ലോകത്തിൻ്റെ നെറുകയിൽ 1-ാം സ്ഥാനത്തെത്താണെന്ന ആഗ്രഹം നമുക്കുണ്ട്. ഇന്ത്യ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. പഴയ ഇന്ത്യയെ നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞു, എല്ലാവരും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നാഥനായ റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. നമ്മൾ കരുണ കാണിക്കാത്ത അധികാരികളെ നമ്മിൽ അധികാരപ്പെടുത്തരുതേ എന്ന് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമായിരിക്കുന്നു. ഇനിയുള്ള മണിക്കൂറുകൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും അത് ഉൾപ്പെടുത്തുക. നല്ലൊരു ഭരണം ഇന്ത്യക്ക് വരട്ടെ. ആര് ഭരിച്ചാലും സ്വച്ഛാധിപത്യ ഭരണത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾക്കും അതുപോലെ മറ്റുള്ള നമ്മുടെ സ്ഥാപനങ്ങൾക്കും എതിരായി നിൽക്കുന്ന ആളുകൾ വരാതെ എല്ലാവരെയും ഒരൊറ്റ കണ്ണുകളോടെ കണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യം എല്ലാ മതങ്ങളും കൊണ്ടും സമ്പുഷ്ടമാണ്. ആ എല്ലാ മതങ്ങളെയും ഒരേ ചരടിൽ കൈകോർത്തുന്ന ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമായ ഇന്ത്യ ആ ഒരു നിലയിലേക്ക് എത്തട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാഥൻ തുണക്കട്ടെ. അസ്സലാമു അലൈക്കും.